ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ +1 കെമിസ്ട്രിയുടെ ക്ലാസ്സസ് ആണല്ലോ നമ്മളിപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം +1 കെമിസ്ട്രിയിലെ ചാപ്റ്റർ 1 ആയിട്ടുള്ള സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക്കാണ് ഞാൻ ഇന്നിവിടെ ഈ വീഡിയോയിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മോളിക്കുലാർ ഫോർമുല, എംപിരിക്കൽ ഫോർമുല വരെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് സ്റ്റോഷിയോമെട്രി ആൻഡ് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ്. അതായത് ഈ ഹെഡിങ് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും എന്തോ വലിയ സംഭവമാണെന്ന് പഠിക്കാനുള്ളതെന്ന്. പക്ഷെങ്കിൽ അങ്ങനെയൊന്നും പേടിക്കേണ്ട. നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു പ്രോബ്ലം വെച്ച് ഞാനിത് പറഞ്ഞു തരാം. ഓക്കെ, ആ ഒരു പ്രോബ്ലം വെച്ച് നിങ്ങളത് പഠിച്ചാൽ മതി. പ്രോബ്ലം നോക്കിയേ. Calculate the number of moles of oxygen required to produce 240 gram of magnesium oxide by burning magnesium metal. അതിൻ്റെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്. മഗ്നീഷ്യത്തിൻ്റെ 24ഉം ഓക്സിജൻ്റെ 16ഉം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിലെന്താണ് ചെയ്യുന്നത്? ഇതിൽ ക്വസ്റ്റ്യൻ നോക്കിയേ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ, അതായത് ഓക്സിജൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 240 gram ഓഫ് MgO ബൈ ബേണിംഗ് Mg മെറ്റൽ. അതായത് Mg മെറ്റല് ബേൺ ചെയ്ത് Mg ഓക്സൈഡ്, അതായത് 240 gram മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവും. അപ്പോൾ എത്ര നമ്പർ ഓഫ് മോൾസ് ഓക്സിജൻ ആണ് അവിടെ ഉള്ളത് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിലെന്താ ചെയ്യുന്നത്? മഗ്നീഷ്യം മെറ്റലിനെ നമ്മൾ കത്തിക്കുകയാണ്, അല്ലേ? ബേൺ ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്കറിയാം, നമുക്ക് കത്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഓക്സിജൻ വേണം. അതായത് മഗ്നീഷ്യം മെറ്റലിനെ നമുക്ക് ബേൺ ചെയ്യിക്കണമെങ്കിൽ നമുക്ക് മഗ്നീഷ്യത്തിൻ്റെ കൂടെ ഓക്സിജൻ വേണം. അപ്പം ഞാനിവിടെ എഴുതാൻ പോവുകയാണ്. ഫസ്റ്റ് ഞാൻ എഴുതി മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ O2. മഗ്നീഷ്യം ഓക്സിജനും കൂടെ ബേൺ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പ്രോസസ്, അതായത് പ്രോഡക്റ്റ് ആണ് മഗ്നീഷ്യം ഓക്സൈഡ്, അല്ലേ? മഗ്നീഷ്യവും ഓക്സിജനും കൂടെ കത്തിച്ചപ്പോൾ നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് ആണ് മഗ്നീഷ്യം ഓക്സൈഡ്. ഇനി നോക്കിയേ, ഞാൻ ഇപ്പോൾ എഴുതിയ നമ്മുടെ ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ എന്ന് നോക്കുക. ഇവിടെ ബാലൻസ്ഡ് ആണോ ഇക്വേഷൻ? ഇവിടെ ഒരു Mg ആണുള്ളത്, ഇവിടെ ഒരു Mg ഉണ്ട്. ഓക്കെ, ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഒരു ഓക്സിജനേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇക്വേഷൻ ബാലൻസ്ഡ് അല്ല. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ? നമുക്ക് Mg പ്ലസ് O2 gives MgO. ഇവിടെ ഒരു ഓക്സിജന്, ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഒരു ഓക്സിജൻ. അപ്പം നമുക്ക് ഇവിടെ 2 ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ ഓക്സിജൻ 2 ആയി, ഇവിടെ ഓക്സിജൻ 2 ആയി. പക്ഷേ ഇവിടെ മഗ്നീഷ്യം അപ്പോൾ 1 ഉള്ളൂ. അപ്പം നമുക്ക് ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇക്വേഷൻ നമ്മുടെ ബാലൻസ്ഡ് ആയി, അല്ലേ? ഇനി ഞാൻ ഈ ബാലൻസ്ഡ് ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ മുകളിലേക്ക് എഴുതുകയാണ്. 2Mg പ്ലസ് ഓക്സിജൻ gives 2MgO, അല്ലേ? ഇനി നോക്കിയേ, ഇനി ഇതിൻ്റെ മാസ് നമുക്ക് എഴുതാം. അതായത് ഈ കിട്ടിയിരിക്കുന്ന ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇതിൻ്റെ മാസ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, മഗ്നീഷ്യത്തിൻ്റെ ഇവിടെ അറ്റോമിക് മാസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ എത്രയാണ്? 24 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ? അപ്പം 24 × 2, 2 മഗ്നീഷ്യം ഉണ്ട്. അപ്പം 24 × 2 48 ഗ്രാം. മഗ്നീഷ്യത്തിൻ്റെ 48 ഗ്രാം ആണ്, അല്ലേ? പ്ലസ് ഓക്സിജൻ്റെ നമുക്കറിയാം 16 ആണ് അറ്റോമിക് മാസ്. അപ്പം 16 × 2 എന്ന് പറയുമ്പം 32 ഗ്രാം കിട്ടി, അല്ലേ? ഇനി ഇവിടെ നോക്കി, ഇവിടെ 2 × മഗ്നീഷ്യം എത്രയാണ്? മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് 24. 2 × 24 പ്ലസ് 16 ഓക്സിജൻ്റെ. അപ്പം നമുക്ക് ടോട്ടൽ കിട്ടി 48 ഗ്രാം പ്ലസ് 32 ഗ്രാം ഗീവ്സ് 80 ഗ്രാം, അല്ലേ? 80 ഗ്രാം കിട്ടി. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 240 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാക്കണം. എങ്ങനെയാണ് ഉണ്ടാക്കുക? ഇവിടെ നമുക്ക് കിട്ടിയ മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ മാസ് ഉണ്ടല്ലോ, അതായത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഈ മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ 80 ഗ്രാം എന്ന് പറയുന്ന 80 ഗ്രാം ഇല്ലേ, ഈ 80 ഗ്രാമിനെ ഞാൻ എങ്ങനെ 240 ആക്കും? അതായത് ഇവിടെ 240 ഗ്രാം ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ 80യെ ഞാൻ എങ്ങനെ 240 ആക്കും? അത് ആലോചിച്ചാൽ മതി. അപ്പം ഈ 80യെ, അതായത് ഈ 80 ഗ്രാം, അതായത് നമുക്ക് കിട്ടിയ മഗ്നീഷ്യം
ഓക്സൈഡ് അല്ലേ, മഗ്നീഷ്യം 2 mgO അല്ലായിരുന്നു നമ്മൾ എഴുതിയേ. ആ മഗ്നീഷ്യം ഓക്സൈഡ് 80 ഗ്രാം ആണ് നമുക്ക് കിട്ടിയത് അതിൻ്റെ മാസ്. ഈ 80 ഗ്രാമിനെ ഇവിടെ കണ്ടോ 240 ഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. ഈ 80 ഗ്രാമിനെ ഞാൻ എങ്ങനെ 240 ആക്കും എന്നാലോചിച്ചാൽ മതി. 80നെ എങ്ങനെ എനിക്ക് 240 ആക്കാൻ പറ്റും? 80നെ എനിക്ക് 240 ആക്കണമെങ്കിൽ ഞാൻ ഈ 80യെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. 80 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 240 ഗ്രാം ആണ്. അപ്പം ഞാൻ 80യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണ്, ആ സമയത്ത് വേണ്ടി വരുന്ന, അതായത് റിയാക്ഷൻ്റെ ഈ സമയത്ത് വേണ്ടി വരുന്ന ഓക്സിജന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 240 ഗ്രാം ഓഫ് മഗ്നീഷ്യം ഓക്സൈഡ് ബൈ ബേണിംഗ് മഗ്നീഷ്യം മെറ്റൽ. അതായത് ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി വരുന്ന ഓക്സിജന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് കാണേണ്ടത്. അപ്പം എത്രയാണ് ഓക്സിജന്റെ നമ്പർ ഓഫ് മോൾസ് വരിക? ഇവിടെ നമ്മൾ എഴുതിയ ഓക്സിജന്റെ മാസ് ഇല്ലേ, അതായത് നേരത്തെ നമ്മൾ എഴുതിയ ഇക്വേഷനിലെ ഓക്സിജന്റെ മാസ് എത്രയായിരുന്നു? 32 ഗ്രാം ആയിരുന്നു അല്ലേ. നമ്മൾ ഓക്സിജന്റെ എഴുതിയത് 32 ഗ്രാം ആയിരുന്നു. ആ 32നെ ഞാൻ എങ്ങനെ എന്താക്കും, എത്ര ഗ്രാം ആക്കി മാറ്റണം? ഇവിടെ 3 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്തത്, അതേപോലെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത പോലെ തന്നെ ഇവിടെയും ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എത്രയാണ് വരുന്നത്? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 32 × 3 96 ഗ്രാം അല്ലേ. 32 × 3 96 ഗ്രാം. അത് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ മുമ്പേ എഴുതിയ ഇക്വേഷൻ എന്തായിരുന്നു? മഗ്നീഷ്യവും ഓക്സിജനും കൂടെ ബേൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് മഗ്നീഷ്യം ഓക്സൈഡ് അല്ലേ. ഇതിനെ നമ്മൾ ബാലൻസ്ഡ് ഇക്വേഷൻ ആക്കി നമ്മൾ എഴുതി അല്ലേ, ഇങ്ങനെ എഴുതി. അപ്പോൾ നമുക്കിവിടെ മഗ്നീഷ്യത്തിൻ്റെ മാസ് കണ്ടു, ഓക്സിജന്റെ മാസ് കണ്ടു, മഗ്നീഷ്യം ഓക്സൈഡിന്റെ മാസ് കണ്ടു. അപ്പോൾ ഇവിടെ ഓക്സിജന്റെ മാസ് നമുക്ക് 32 ഗ്രാം ആണ് കിട്ടിയത്. ഇവിടെ മഗ്നീഷ്യം ഓക്സൈഡിന്റെ നമുക്ക് 80 ഗ്രാം ആണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് 80 ഗ്രാം ഉണ്ട്, അതിനെ എനിക്ക് 240 ഗ്രാം ആക്കണം. അപ്പോൾ 80യെ ഞാൻ 240 ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഈ 80യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പറ്റും. അപ്പോൾ ഞാൻ 80യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 240 ഗ്രാമിലോട്ട് മാറ്റി. അതേപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ആ റിയാക്ഷൻ സമയത്ത് വേണ്ടി വരുന്ന ഓക്സിജന്റെ നമ്പർ ഓഫ് മോൾസ് കാണണം. ഓക്കെ, അപ്പോൾ എത്രയാണ് ഓക്സിജന്റെ നമ്പർ ഓഫ് മോൾസ് വരിക എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയ ഈ ഓക്സിജന്റെ മാസ് ഇല്ലേ, ഈ 32 ഗ്രാം, ഈ 32നെ ഞാൻ എത്ര ഗ്രാം ആക്കി മാറ്റണം? ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത പോലെ തന്നെ ഈ 32 ഗ്രാമിനെയും ഇവിടെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്രയാണ് വരുന്നത്? 96 ഗ്രാം ആണ് വരിക അല്ലേ. അപ്പോൾ 96 ഗ്രാം വന്നു. അന്നേരം നിങ്ങൾ ഓർക്കുക, ഈ 96 ഗ്രാം ഓക്സിജൻ ഉണ്ടെങ്കിലേ അവിടെ 240 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായോ? ഇവിടെ 96 ഗ്രാം ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ 240 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടാകത്തുള്ളൂ, അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, 1 മോൾ ഓക്സിജൻ റിയാക്ട് ചെയ്യുമ്പോൾ 2 മോൾ മഗ്നീഷ്യം ഓക്സൈഡ് ആണ് ഉണ്ടാകുന്നത് അല്ലേ. 1 മോൾ മഗ്നീഷ്യം റിയാക്ട് ചെയ്യുമ്പോൾ 1 മോൾ ഓക്സിജൻ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 മോൾ മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ? അപ്പോൾ 3 മോൾസ് ഉണ്ടല്ലോ, 3 മോൾ ഓക്സിജൻ ഉണ്ടല്ലോ. ഈ 3 മോൾ ഓക്സിജൻ ഉണ്ടായപ്പോഴാണ് ഇവിടെ 6 മോള് ഉണ്ടായത്. അതായത് 96 ഗ്രാം എന്ന് പറയുന്നത് എത്ര മോൾ ആണെന്ന് എങ്ങനെയാണ് കാണുന്നത്? 96 ഗ്രാം എത്ര മോൾ ആണെന്ന് കാണുന്നത് 96നെ ഈ 32 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര നമുക്ക് കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നതാണ് 3 മോൾസ്. മനസ്സിലായോ? 96 ഗ്രാം ആണ് നമുക്ക് ഓക്സിജന്റെ നമുക്ക് കിട്ടിയത്. ആ 96 ഗ്രാം എന്ന് പറയുന്നത് എത്ര മോൾ ആണെന്ന് നമുക്ക് കാണണമെങ്കിൽ ഈ 96നെ ഈ ഓക്സിജന്റെ 32 ഗ്രാം വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടി 3 മോൾസ് ആണ്. അതായത് 240 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകണമെങ്കിൽ നമുക്ക് 3 മോൾസ് ഓക്സിജൻ ആവശ്യമുണ്ട്. മനസ്സിലായല്ലോ? എന്താ പറഞ്ഞത്? 240 ഗ്രാം, അതായത് ഇവിടുത്തെ 240 ഗ്രാം മഗ്നീഷ്യം ഓക്സൈഡ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ 3 മോൾസ് അല്ലേ. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ കണ്ടുപിടിച്ചു 3 മോൾസ് ഓക്സിജൻ ആണ് നമുക്ക് ആവശ്യമായിട്ട്
വരുന്നത്. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് സ്റ്റോഷിയോമെട്രിക് പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോബ്ലംസ് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മതി. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.